മെയിൻ റോഡ് സൈഡിനരികെ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം പോലത്തെ മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം തിരുമല പടാരം എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 9 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്ക് വരാനുള്ള ദൂരം വരുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 12 കിലോമീറ്റർ ഡിസ്റ്റൻസും മാത്രമാണ്. 5.5 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകൾ നൽകിക്കൊണ്ടാണ് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ നൽകിയിട്ടുണ്ട്. ഈ വീട് മുഴുവനും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന വീടിൻ്റെ ബാൽക്കണി മുഴുവനും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് വാങ്ങുവാൻ ഹോം ലോൺ ഫെസിലിറ്റീസ് എല്ലാം ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. 20ഓളം വീടുകളുടെ ഒരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗവും കൂടിയാണ് ഈ വീട്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പോകാം. കാണുന്ന പോലെ തന്നെ മുറ്റം മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് നൽകിയിട്ടുണ്ട്. ഗാർഡനിങ് സ്പേസ് എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 4 വലിയ കാർ വരെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് വീടിന് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണറാണ്. കിണർ കൂടാതെ പൈപ്പ് ലൈൻ കണക്ഷനും നൽകിയിട്ടുണ്ട്. മനോഹരമായ സിറ്റൗട്ട് നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സിറ്റൗട്ട് മുഴുവനും തടിയിലുള്ള പാനലിംഗ് വർക്ക്സ് എല്ലാം നൽകിയിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവായിട്ടുള്ള മോഡേൺ രീതിയിലുള്ള സിറ്റൗട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിൽ നിന്നും വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നത് വീടിൻ്റെ മനോഹരമായ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ ലിവിംഗ് ഡൈനിങ് ഏരിയ സെപ്പറേഷൻ നൽകിയിട്ടുണ്ട്. എൽ ഷേപ്പിലുള്ള ഒരു സെപ്പറേഷനാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ മനോഹരമായ ഒരു TV യൂണിറ്റ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇത് മുഴുവനും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചുവരിൽ കാണുന്ന വർക്ക് മുഴുവനും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു സിറ്റിംഗ് ഏരിയയ്ക്ക് അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ലിവിംഗ് ഏരിയയ്ക്ക് നൽകിയിട്ടുണ്ട്. എത്രത്തോളം മനോഹരമാക്കാൻ കഴിയുമോ അത്രയധികം മനോഹരമാക്കിക്കൊണ്ടാണ് വീടിൻ്റെ ലിവിംഗ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ലിവിംഗ് ഏരിയ മുഴുവനും ജിപ്സം വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. LED വാം ലൈറ്റ്സും LED സ്പോട്ട് ലൈറ്റ്സുമാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ജിപ്സം വർക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുഴുവനും തടിയിലുള്ള സിമ്പലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും സെപ്പറേറ്റഡ് ആയ ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഈ കാണുന്ന പാർട്ടീഷൻ വർക്ക് മുഴുവനും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഡൈനിങ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിളൊക്കെ ഇടാനുള്ള സ്പേസ് ഡൈനിങ് ഏരിയയ്ക്ക് നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയ മുഴുവനും ജിപ്സം വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു വാഷ് ബേസിൻ കൗണ്ടർ ഡൈനിങ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ഇത് മുഴുവനും ജാഗൂറിൻ്റെ ഫിറ്റിംഗ്സിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും കിച്ചണിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ഓപ്പൺ മോഡുലാർ കിച്ചണാണ് വീടിന് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന കബോർഡ്സ് എല്ലാം തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എത്രത്തോളം മനോഹരമാക്കാൻ കഴിയുമോ അത്രയും അധികം മനോഹരമാക്കിക്കൊണ്ടാണ് വീടിൻ്റെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫർണിഷ്ഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ മുഴുവനും ജിപ്സം വർക്കുകളും നൽകിയിട്ടുണ്ട്. നിരവധി സ്റ്റോറേജ് സ്പേസുകളും കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ബെഡ്റൂം മുഴുവനും ജിപ്സം വർക്കുകളും വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ഈ വാർഡ്രോബ്സ് മുഴുവനും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ജിപ്സം വർക്കാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ബാത്ത് അറ്റാച്ച്ഡുമാണ്. ബാത്റൂമിൽ ഞങ്ങൾ ജാഗൂറിൻ്റെ ഫിറ്റിംഗ്സ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ബാത്റൂമിൽ ഹീറ്റർ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വീടിൻ്റെ താഴത്തെ നിലയിലെ 2 ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. ബെഡ്റൂമുകളിലെല്ലാം വാർഡ്രോബ്സ് നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡുമാണ്. വാർഡ്രോബ്സ് മുഴുവനും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബെഡ്റൂം മുഴുവനും ജിപ്സം വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്.
ബാത്റൂം മുഴുവനും ഞങ്ങൾ ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്റർ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. സ്റ്റെയർ മുഴുവനും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ സ്റ്റെയറിൽ സെൻസർ ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. മനോഹരമായ ഡിസൈൻ വർക്കിലാണ് ഇവിടെ സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലത്തെ ഒരു ലിവിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സിറ്റിംഗ് ഏരിയയ്ക്ക് അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ലിവിംഗ് ഏരിയയ്ക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ നിരവധി സെപ്പറേറ്റഡ് ലൈറ്റ് വർക്കിംഗ് എല്ലാം നൽകിയിട്ടുണ്ട്. വലിയൊരു സിറ്റിംഗ് ഏരിയയ്ക്ക് അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഈ ലിവിംഗ് ഏരിയയ്ക്ക് നൽകിയിട്ടുണ്ട്. മനോഹരമായ ഒരു TV യൂണിറ്റ് ഏരിയ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ മുഴുവനും ജിപ്സം വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തടിയിലുള്ള ഒരു ജിപ്സം വർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബാൽക്കണിയിലോട്ട് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ട് വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ പാനലിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഹാൻഡിൽസ് മുഴുവനും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു L ഷേപ്പിലുള്ള ഒരു ബാൽക്കണി കൂടെയാണ്. ഈ സൈഡിൽ കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ ബെഡ്റൂമിൽ ചെന്ന് കയറാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നത്. എത്രയധികം മനോഹരമാക്കാൻ കഴിയുമോ അത്രയും അധികം മനോഹരമാക്കിക്കൊണ്ടാണ് വീടിൻ്റെ ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നത്. നിരവധി കൊത്തു വർക്കുകളെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ബെഡ്റൂമിൽ വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡുമാണ്. വാർഡ്രോബ്സ് മുഴുവനും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ജിപ്സം വർക്കുകളും നൽകിയിട്ടുണ്ട്. ബാത്റൂം മുഴുവനും ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്റർ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. വലിയൊരു വാർഡ്രോബ്സ് ആണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത്. ഇത് മുഴുവനും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ബാത്ത് അറ്റാച്ച്ഡുമാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വീടിൻ്റെ 5 ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. 5 ബെഡ്റൂമുകളിലും വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. വാർഡ്രോബ്സ് എല്ലാം തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു ബാൽക്കണി കൂടെ നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബാൽക്കണിയിൽ കണ്ടപ്പോൾ ആ കറങ്ങി വരുന്ന ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ജനറൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നുകൂടെ പോവുകയാണെങ്കിൽ തിരുവനന്തപുരം തിരുമല പ്ടാരം മെയിൻ റോഡിന് സമീപമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 5.5 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകൾ നൽകിക്കൊണ്ടാണ് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ വീട് വാങ്ങുവാൻ ഹോം ലോൺ ഫെസിലിറ്റീസ് എല്ലാം
ഞങ്ങൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. ബാത്ത് അറ്റാച്ച്ഡുമാണ്. വീടിൻ്റെ എല്ലാ ബാത്റൂമുകളിലും ഞങ്ങൾ ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്റർ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാ ബാത്റൂമുകളിലും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 9 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്ക് വരാനുള്ള ദൂരം വരുന്നത്. തിരുമല ജംഗ്ഷനിൽ നിന്നും 3.5 കിലോമീറ്ററും. 1.30 CR 1,30,00,000 ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ്. അത് തീർത്തും നെഗോഷ്യബിൾ ആണ്. ഇവിടെ നേരിൽ വന്ന് കണ്ട് റേറ്റുകൾ സംസാരിക്കാവുന്നതുമാണ്. ഈ വീടിനെക്കുറിച്ചോ ഈ വീട് സന്ദർശിക്കുവാനോ വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.